അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ? നല്ല എരിവോട് കൂടുള്ള ഇറച്ചി ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പൊ ഇത് ഏത് ഇറച്ചി കൊണ്ടും ഉണ്ടാക്കാം. ചിക്കനും മട്ടനും ബീഫും എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ഇത് തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ എല്ലാവരും ചെയ്യുക. അപ്പൊ അതിന് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അളവൊക്കെ ഞാൻ ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണേ. അപ്പോൾ സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ചതക്കാതെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലും പൊതിനയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പാകത്തിന് ഉപ്പും ചേർത്ത് ഗരം മസാല പൗഡറും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് മുറിച്ച് വെച്ചിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എല്ലാവരും നല്ലോണം നല്ല ഇതിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഇട്ടത്. അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിന് വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേ പ്രകാരം എടുത്തിട്ട് ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തോട് തന്നെയാണ് ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. പിന്നെ കുക്കർ അടച്ചു വെച്ചൊരു 3 വിസിൽ വെയിറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമുക്കൊരു റോസ്റ്റ് തയ്യാറാക്കണ്ടേ. അതായത് ഇതിലേക്ക് ഒന്ന് കടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം അതിന് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വെച്ച് ചെറിയ പീസാക്കിയിട്ട് അതും ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വരട്ടിയെടുത്താൽ മതി ഇട്ടാൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിലേക്ക് തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിൽ കടിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ 4 അല്ലി വേപ്പിലും കൂടെ ചെറുതാക്കി എരിഞ്ഞിട്ട് അതും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മളെ വിസിലൊക്കെ വന്നിട്ട് ഉണ്ണിയപ്പം മാവ് തയ്യാറാക്കാനുള്ള ഗ്രേവി ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. അപ്പം അതിൽ നല്ല ജീരകം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് പാകത്തിന് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചില അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതി, ചില ഇതിന് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പം അതിലേക്ക് തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി മൈദയും റവയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ അതേപോലെ ചെയ്യുക. എന്നിട്ട് പാകത്തിന് ഉപ്പും അപ്പസോഡയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്ത മാവ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴല്ലേ ഈ ചിക്കനും എല്ലാം കൂടെ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പാത്രത്തേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ, അത് അതിൽ കണ്ടിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ റെഡിയായി. ഇപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി മാവ്. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ട് അതിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വേറെ ചട്ടിയിലും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരേ കയ്യിലെടുത്തിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവ്. അങ്ങനെ മറിച്ചിട്ട് കണ്ടില്ല നിങ്ങൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ഒന്ന് മറിച്ചിട്ടിട്ട് ആ ഉണ്ണിയപ്പം എടുത്ത് നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ വേഗം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പം ഈ ഉണ്ണിയപ്പം കഴിക്കുക എല്ലാവരും. അതിൻ്റെ വിവരം എന്നെ അറിയിക്കണേ. ഇത് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പാണ്. എല്ലാവർക്കും ഷുഗർ ഉള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കരുത്.